ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടിയാണ് ഈ ചോദ്യം. എല്ലാ മേഖലയിലും സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അപ്പം ഒരു സ്ത്രീ ആവുമ്പം രാഷ്ട്രീയ മേഖലയിൽ വാക്ക് മതി അവളെ തളർത്താൻ, അവളെ അടിച്ചിടാൻ. കൂടുതൽ കൂടുതൽ എഫേർട്ട് വേണ്ട, വാക്കുകൾ മതി. ഇപ്പം നമ്മുടെ മുന്നിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ഈ അടുത്ത് തന്നെ നിയമസഭയിൽ കെ രമയ്ക്കെതിരെ ഉപയോഗിച്ച എം എം മണി ഉപയോഗിച്ച വാക്കുണ്ട്. ലതിക സുഭാഷിനെതിരായ പരാമർശമുണ്ട്, രമ്യ ഹരിദാസിനെതിരായ പരാമർശം. അങ്ങനെ എണ്ണി എണ്ണി വേണമെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എത്രയോ പറയാം. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം, പ്രത്യയശാസ്ത്രത്തിനപ്പുറം വിമർശനം ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി പ്രയാസമാണോ സ്ത്രീകൾക്ക്? തീർച്ചയായും. അതായത് പൊതുവേ ഒരു ധാരണയുണ്ട്, സ്ത്രീ വീക്കാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ കരുത്തുള്ളവർ അല്ലെങ്കിൽ കരുത്തുണ്ടാവേണ്ടവർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റി പോർട്രേ ചെയ്യുന്നത് എപ്പോഴും സ്ത്രീ ഒരു അങ്ങനെ അങ്ങനെ ഒരു വീക്കാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് ഒന്നുകൂടി ഒരു സ്ത്രീയാണ് എണീറ്റെന്ന് സംസാരിക്കുന്നതെങ്കിൽ അവരെ ഒന്ന് വീക്കാക്കാനുള്ള ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പെട്ടെന്ന് വീക്കായി പോകും എന്നുള്ളൊരു വിചാരത്തിൽ നിന്നാണ് ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ പൊതുസമൂഹത്തിലും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കെ രമയ്ക്കെതിരെയൊക്കെ എം എം മണി പറഞ്ഞത് സ്പീക്കറുടെ സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത്. അതിന് എന്തുണ്ടായി എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എം പി രാജേഷ് റൂളിംഗ് നടത്തി. അല്ല ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഒരു നിയമസഭയിലാണെന്ന് കൂടി ആലോചിക്കണം. നിയമസഭയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് നേരെ. അത് ഈവൻ ഉമാ തോമസിനെതിരെ എത്ര എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. ആ PT തോമസ് മരിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് പോലും ആ മത്സരിച്ച് ജയിച്ച് വന്നതിനെ പോലും എത്ര മോശമായ രീതിയിലാണ് ചിലരൊക്കെ അതിനെ പറയാൻ ശ്രമിച്ചത്. രമ്യ ഹരിദാസ് നേരിടേണ്ടി വന്നത് വളരെ ക്രൂരമായ വാക്കുകളിലാണ്. വിജയരാഘവനെ പോലെയുള്ളവരുടെ അടുത്തു നിന്നൊന്നും അത്തരത്തിലുള്ള ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ. അതിനെതിരെയൊക്കെ ശക്തമായി തന്നെ നമ്മുടെ ഒരു സമൂഹം മാറേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇപ്പോൾ എം എം മണിയുടെയൊക്കെ കാര്യത്തിൽ പറയുന്നത് നമുക്ക് ഒരു തരത്തിലും അവർക്ക് അതിന് നാടൻ ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നവരും ഇതിൻ്റെ ഇടയിലുണ്ട്. എം എം മണിക്ക് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? എന്ത് വേണമെങ്കിലും പറയാനുള്ളൊരു ലൈസൻസ് എം എം മണിക്കുണ്ടോ? പക്ഷെ യഥാർത്ഥത്തിൽ എം എം മണിക്ക് എന്തും പറയാം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതേപോലെ തന്നെയാണ് പൊതുവെ സ്ത്രീകൾക്ക് നേരെ സൈബർ സ്പേസ് ഒന്ന് നോക്കിയോ. സൈബർ സ്പേസിൽ വനിതാ നേതാക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഇപ്പം ഡൽഹി ഇലക്ഷൻ നടക്കുകയാണല്ലോ, അവിടുത്തെ ഒരു രമേശ് ബിദൂരിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അവിടുത്തെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ സ്മൂത്താക്കും. അങ്ങനെ പറയേണ്ടത് അതൊരു മാന്യത ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലൈനായിട്ടല്ലേ നമുക്കതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ലേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് തലത്തിൽ നോക്കിയാലും സ്ത്രീ ഒരു ഈസി വെപ്പൺ ആണ് എന്നാണ് ഒരു ആ ചിന്തയിൽ നിന്നാണ് സ്ത്രീകളെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും. പക്ഷേ എൻ്റെയൊക്കെ ഒരു ചിന്ത ഞാൻ തുറന്നു പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറയാം, ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാനോ അവരെ ബ്ലോക്ക് ചെയ്യാനോ ഞാൻ നിൽക്കാറില്ല. എന്ന് വെച്ചാൽ അത് വിളിച്ചു പറയുന്നത് അവരുടെ സംസ്കാരമാണ്, നമ്മുടെ അല്ല. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു വലിയ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, സ്ത്രീകൾ പ്രവർത്തിക്കുമ്പോൾ ഇതിനായി നമ്മളൊരു മൾട്ടി ടാസ്കിങ് ആണ്. തീർച്ചയായും ഒരു പുരുഷന്മാരെക്കാളും കൂടുതൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളും മാതാവ് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും അതിനെ ബോൾഡായി നേരിടുക എന്നുള്ളതാണ് അതിനുള്ള മറ്റൊരു മാർഗം. അപ്പോൾ ആ സാഹചര്യം പക്ഷേ എത്രത്തോളം എല്ലാവർക്കും ആ ഒരു മാനസികമായുള്ള കരുത്ത്, ഞാനതൊരു രാഷ്ട്രീയത്തിനെ മാത്രമായി കണക്കാക്കുന്നില്ല, പൊതുവിടത്തിലാണെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നേരെ എന്ന് മാത്രം പറയുന്നതും ഈ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അതും വിലയിരുത്തപ്പെടേണ്ട കാര്യമല്ലേ? മതമേലധ്യക്ഷന്മാരെ നികൃഷ്ട ജീവി എന്ന പദപ്രയോഗം ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നേതാവ് പറഞ്ഞാൽ അത് ശരിയാണോ?
അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ പരനാറി എന്ന് പബ്ലിക്കായി, അതായത് പ്രൈവറ്റ് സ്പേസിൽ പോലും ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. പബ്ലിക് സ്പേസിൽ പരനാറി എന്നുള്ള അത്തരത്തിൽ നമുക്കൊക്കെ അത് പറയാൻ പോലും, അതായത് ഒരു സംവാദത്തിൽ ആ വാക്ക്, പക്ഷെ അത് ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മുടെ ആശയം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി നമ്മളത് പറയുന്നു എന്ന് മാത്രം. അത്തരത്തിലുള്ള വാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലെ ഇന്ന് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോസ്റ്റിലിരിക്കുന്ന വ്യക്തികൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഭാഷയ്ക്ക്, അല്ലെങ്കിൽ റോൾ മോഡൽസ് ആകേണ്ടവരല്ലേ രാഷ്ട്രീയക്കാർ? പൊളിറ്റീഷ്യൻസ് ഷുഡ് ബി റോൾ മോഡൽസ് എന്ന് വെച്ചാൽ അവരെ അനുകരിക്കുന്നു, അവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ ഒരു വലിയ സമൂഹം കാതോർക്കുന്നു. അപ്പോൾ റോൾ മോഡൽസ് ആവേണ്ടവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അത് വിലയിരുത്തപ്പെടേണ്ടതാണ്, അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട്, ഇപ്പോൾ ഫാക്ടറി ഓഫ് ലൈസ് എന്ന് പറയുന്നത്, അത് ചില കാര്യങ്ങൾ രണ്ടുപേരും അത് ആരാണ് പറഞ്ഞെന്ന് പറയുന്നില്ല. അല്ല, ഞാൻ ശ്രദ്ധിച്ചേ. അല്ല, പറഞ്ഞത് ആരാണെന്ന് എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പക്ഷേ ആ ഫാക്ടറി ഓഫ് ലൈസ് എന്ന് പറയുന്നത് അതിപ്പോൾ ആ ഒരു ഒരാൾ മാത്രം പറഞ്ഞ കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. BJP ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും നടക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പല ഘട്ടങ്ങളിലും ആ ഗവൺമെൻറ്റിനെ വിശേഷിപ്പിച്ചത് ഫാക്ടറി ഓഫ് ലൈസ് എന്നുള്ളൊരു പ്രയോഗം പറയേണ്ടി വന്നു. അത് ഒരിക്കലും ഒരു മോശമായ ലാംഗ്വേജ്, ഇറ്റ്സ് എ റിയാലിറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് 2 കോടി തൊഴിലവസരങ്ങൾ തരാമെന്ന് പറഞ്ഞു, തന്നില്ല. ഇനി അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, പക്ഷേ എക്സാമ്പിളിന് വേണ്ടി പറയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നമ്മൾ മാന്യത പുലർത്തണം. അത് സ്ത്രീകളോടാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലായാലും രാഷ്ട്രീയ നേതാക്കന്മാർ വാക്കിലും വേഷത്തിലും ഈവൻ ബോഡി ലാംഗ്വേജിൽ പോലും വളരെ ശ്രദ്ധ പുലർത്തേണ്ടവരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്.